Action! കഴിച്ചോളി കഴിച്ചോളൂ. നിങ്ങൾ കഴിച്ചോളി. യുവ സംവിധായകൻ അനസ് സംവിധാനം ചെയ്യുന്ന അവളിലെ പ്രധാന നായിക വേഷം ചെയ്യുന്ന പാർവതി സാക്ഷി TV പ്രേക്ഷകരോട് സീരിയലിനെ കുറിച്ചും അഭിനയ രംഗത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് സീരിയലിലെ ഷൂട്ടിംഗ് ഒക്കെ? ഷൂട്ടിംഗ് ഒക്കെ നല്ലതാണ്, എല്ലാവരും സപ്പോർട്ടാണ്, എല്ലാം നന്നായിട്ട് നടക്കുന്നു. അനസിന്റെ ഡയറക്ഷനിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഡയലോഗ് എല്ലാം എളുപ്പമാണ് പറയാൻ, പിന്നെ എല്ലാത്തിനും സപ്പോർട്ട്. പാർവതിയുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? ചടയമംഗലത്ത്, ഇവിടെ കുരിയോട്. ഇപ്പൊ എത്ര ക്ലാസ് പഠിക്കുന്നു? 9. പുതിയ പുതിയ വേഷങ്ങളും അവസരങ്ങളും പാർവതി തേടിയെത്തട്ടെ. സാക്ഷി ടിവിയുടെ എല്ലാ അഭിനന്ദനങ്ങളും. നന്ദി, നമസ്കാരം. അവൾ എന്ന ഷോർട്ട് ഫിലിമിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ വിജയൻ പിള്ളയാണ് സാക്ഷി ടിവിയോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് സീരിയലിന്റെ ഷൂട്ടിംഗ് ഒക്കെ? വളരെ നല്ല രീതിയിൽ പോകുന്നു. നമ്മുടെ ചടയമംഗലത്തിന്റെ സ്വന്തം അനസ് കടന്നൂർ ഇപ്പോൾ ചെയ്യുന്ന, അതായത് നമ്മുടെ ഖനനത്തിന്റെ വിജയത്തിന് ശേഷം സമകാലീന പ്രസക്തിയുള്ള നല്ലൊരു സബ്ജക്റ്റാണ് ഇത്. എനിക്കൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്, എന്നാൽ പോലും വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്നായി പോകുന്നു. ഏകദേശം എത്ര ദിവസം നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇത് റിലീസ് ചെയ്യാൻ പറ്റും. ഒരാഴ്ച സമയം എടുക്കും. പുതിയൊരു പ്രമേയമാണെന്ന് പറയുന്നു. പുതിയ പ്രമേയമാണ്. അതായത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ അതിൻ്റെ ഒരു ആവിഷ്കാരത്തോടു കൂടി നമ്മളിതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. സമൂഹത്തിൽ പലരുടെയും അവസ്ഥകേട് കൊണ്ട് പലരും പല തെറ്റുകളിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ നല്ല രീതിയിൽ ഇതിൽ കൈകാര്യം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവിധ ആശംസകളും. അവൾ നല്ലൊരു വിജയമാകട്ടെ. ഖനനം എന്ന നിങ്ങളുടെ ഷോർട്ട് ഫിലിം വിജയിച്ചതുപോലെ നല്ലൊരു അഭിപ്രായം ജനങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യുവ സംവിധായകൻ ശ്രീ അനസ് കടന്നൂർ സംവിധാനം ചെയ്യുന്ന അവൾ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്ന സൂര്യ സാക്ഷി ടിവിക്ക് വേണ്ടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. സൂര്യ, ഇപ്പോൾ എന്തൊക്കെ വർക്കുകൾ ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ശിവകലാ സമിതി തിരുവനന്തപുരം കാക്കാശി നാടകത്തിൽ അഭിനയിക്കുകയാണ്. ഡാൻസ് ചെയ്യുന്നു. വേറെന്തൊക്കെയുണ്ട്? വേറെ കലാരംഗത്ത് വേറെ ഏത് മേഖലകളൊക്കെ സൂര്യ വർക്ക് ചെയ്യുന്നു? സീരിയലിലൊക്കെ ചാൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇവിടെ നാടകം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പോകുന്നില്ല. സൂര്യയുടെ സ്വന്തം സ്ഥലം കടയ്ക്കലാണ്. കടയ്ക്കൽ ഏത് ഭാഗത്ത്? കൊല്ലം കടയ്ക്കല്. നിലമേ കഴിഞ്ഞിട്ട് കാര്യം കഴിഞ്ഞ് കടയ്ക്ക്. ഈ അനസുമായിട്ടുള്ള അവൾ സീരിയലിലെ അനുഭവങ്ങൾ എന്താണ്? വർക്ക് എങ്ങനെ നടക്കുന്നു? സീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ലതാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാത്തിനും കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവച്ചാൽ നന്ദി, നമസ്കാരം. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ. ഇന്ന് ഞങ്ങൾ ഈ അവൾ എന്ന് പറയുന്ന വെബ് സീരിയലിൻ്റെ അവസാന ഭാഗം ഷൂട്ടാണെന്ന് കുരിയോട് കുന്നുംപുറം മേഖലയിലാണ് ഇന്ന് ഈ ഷൂട്ട് നടക്കുന്നത്. ഇന്നത്തിനം കൊണ്ട് ഈ അവൾ എന്ന് പറയുന്ന ഈ ഷൂട്ട് കുന്നുംപുറം ആ മേഖല കേന്ദ്രീകരിച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥയെ ആസ്പദമാക്കിയാണ് നാട്ടിൽ നടക്കുന്ന ഈ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ വെബ് സീരിയലാണ്. ഇതിനകത്ത് എനിക്ക് ഒരു ചെറിയ റോളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലത്തെ യുവ സംവിധായകൻ ശ്രീ അനസ് കടന്നൂർ രചനയും സംവിധാനവും നിർവഹിച്ചുകൊണ്ട് എത്തുന്ന ഒരു വെബ് സീരിയലാണ്.
അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രേക്ഷകർ നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഇതിനെപ്പറ്റി പറയാൻ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വി ആർ ഉണ്ണികൃഷ്ണൻ. നമ്മളെ പ്രിയ സുഹൃത്തായ അനസ് സംവിധാനം ചെയ്യുന്ന അവൾ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എനിക്ക് വേണം. കാരണം ഞാൻ അതിന് മുമ്പോട്ട് തന്നെ കനനം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലും അതിന് മുമ്പോട്ട് തന്നെ പിന്നെ വേറൊരു ഷോർട്ട് ഫിലിമിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അനസ് നമ്മളെ നാട്ടിലെ നല്ലൊരു സംവിധായകനാണ്. അനസിനെ പോലുള്ള ചെറിയ കലാകാരന്മാരെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നന്ദി. നമസ്കാരം.